ഇങ്ങനെ കഴിച്ചാൽ കേരളം മുടിഞ്ഞു പോവേ ഉള്ളൂ. വാസുവേ, ഇലക്ഷനിങ് അടുക്കാറായി. ഇനിയിപ്പം നിന്റെ സമയമല്ലേ? എന്തോന്ന് സമയം ചേട്ടാ, കാലം മാറിപ്പോയി. ഇപ്പൊ എല്ലാം ഫ്ലെക്സിലല്ലേ. പിന്നെ കുറെ ചുമരെഴുത്ത് കിട്ടും, പക്ഷേ കാശ് കിട്ടത്തില്ല. ആണോ? വാസു, എത്തിയല്ലോ നിന്റെ വാസുവേ, നിന്റെ കാലം കഴിഞ്ഞാലും മോൻ ഇതുകൊണ്ടങ്ങ് ജീവിച്ചോളൂ. ആ പറഞ്ഞാൽ എന്താ തെറ്റ്? ഡോക്ടറാ മോൻ ഡോക്ടർ, വരപ്പുകാരനോ മോൻ വരപ്പുകാരൻ. എന്നാലേ അത് ഈ വാസു അങ്ങ് തിരുത്തും. ആരായപ്പാ മോന് കൊണ്ടുപോകാനുള്ള നിങ്ങടുത്ത്. അപ്പം പറഞ്ഞ എല്ലാം എടുത്തിട്ടുണ്ടേ. കുട്ടി ടൈം ബേസിങ് എത്തിയല്ലോ, കൃത്യം 8:30 തന്നെ. പിന്നെ മോളെ, ഇവനൊരല്പ വിളച്ചില് കൂടുതലാ, ഒന്ന് സൂക്ഷിച്ചോണേ. അത് ഞാൻ നോക്കിക്കോളാം അങ്ങളെ. അപ്പൻ്റെ ഒരു കാര്യം. എന്താ ബാലു എന്റെ ബാഗിലേക്കൊരു നോട്ടം? ഒന്നുമില്ല. ഇല്ല, എന്തോ ഉണ്ട്. പ്ലീസ് പറയേ. ആ ബാഗിന്നേ പൊരിച്ച കോയിന്റെ മണം എന്നെ മൂക്കി വന്നടിച്ചു. വല്ലാത്ത മൂക്കാണല്ലോ ബാലു നിനക്ക്. എന്താ കാണണോ? കാണണമെന്നുണ്ട്. ഇന്നലെ ഉപ്പുപ്പയും ഉമ്മച്ചിയും വീട്ടിൽ വന്നിരുന്നു. ഒരു മുഴുത്ത പൂവിനെ പിടിച്ചുമ്മ കറി വെച്ചതാ. എന്തേലും പറഞ്ഞ പെരിയൽ എന്നും ഇറച്ചി തന്നെയാ. തിന്നു മടുത്തു. അത് പോട്ടെ, നിന്റെ ബോക്സ് കാണിക്ക്. അത് വേണ്ട. അതെന്താ? അത് കാണിച്ചില്ലെങ്കിൽ ബീബി പിന്നെ മിണ്ടത്തില്ല. അയ്യോ പെണങ്ങല്ലേ, സ്ഥിരമുള്ളത് തന്നെയാ. കേശവമോന്റെ കടയിലെ ദോശയും രസവടയും. രസവടയോ? എന്റെ വായില് വെള്ളം ഊറുന്നുണ്ട്, കാണട്ടെ. ഇത് മുഴുവൻ ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ കൂടെ വിട്ടാൽ മതി. ഇരുട്ട് വരണ്ട, വേഗം വിട്ടോ. സമയം എന്തായി? ബസ് കിട്ടിയില്ല സർ. ഗുഡ് മോർണിംഗ് സർ. ഡാഡി, ഇത് ഡാഡിക്കാ. എടാ ബോബേ, ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോട്ടെ. ഇതും കൂടെ ഓഫീസിൽ ചെയ്യും. അത് ചോദിക്കാൻ എന്തിരിക്കുന്നു? നമുക്കൊരു നിയമം, സാറിന്റെ മോന് വേറൊരു നിയമം. പിന്നെ അല്ലാതെ ടീച്ചർ എത്തിയല്ലോ. എന്തിനാ ടീച്ചറെ ഇത്രയും സീറ്റ്സ്? എന്റെ മോന്റെ ബർത്ത്ഡേ ആണ്. എത്രയായി? ശരി, ആയിക്കോട്ടെ.
ടീച്ചറെ, ടീച്ചർ ഒന്ന് സ്കൂളിൽ പോയില്ലേ? ഞാനിന്ന് ഹാഫ് ഡേ ലീവാ. മോൻ അശ്വിന്റെ ബർത്ത്ഡേയാ. ബാലു സ്കൂളിൽ പോയോ? പോയി ടീച്ചറെ. ആ, അവൻ എങ്ങനെ പഠിക്കോ? അവൻ നല്ല കുട്ടിയാ. പഠിത്തത്തില് അത്ര കേമോന്ന് പറയാനില്ല. പക്ഷെ പ്രധാനമായും അവന് പ്രിയം സ്പോർട്സാ. വലിയ ഓട്ടക്കാരനാവണമെന്ന് അവന്റെ മോഹം. പഠിക്കാതെ ഓട്ടക്കാരനാവാൻ പോവുക. അവൻ എന്റെ വീട്ടിൽ വരട്ടെ. ഏയ്, അങ്ങനെയൊന്നും അല്ല. അവൻ ബുദ്ധിയുള്ളവനാ. പഠിത്തത്തില് അത്ര മോശമൊന്നുമല്ല. ഓരോരുത്തരുടെയും കഴിവ് ഓരോന്നിലായിരിക്കും. അവന്റെ മനസ്സിലെ കുഞ്ഞു സ്വപ്നങ്ങൾക്ക് അനുസരിച്ച് അവൻ വളരട്ടെ. ഞാൻ വരട്ടെ. ശരി ടീച്ചർ. എടാ കാർത്തികേ, എന്തടാ? എന്റെ വീടിനടുത്ത് ഈയിടെ കോഴിമോഷണം ഇത്തിരി കൂടി വരിക. കള്ളൻ ആരാണെന്ന് എനിക്കറിയാം. അധികം താമസിക്കാതെ തന്നെ അവൻ നമ്മുടെ വലയിൽ വീഴും. പക്ഷേ ആ കോഴിയുടെ കാല് ഇവിടെ ഉണ്ട്. എവിടെ? എടാ മനുവേ, എന്തടാ? ആ കോഴിയുടെ കാലല്ലേടാ അത്? എന്താടാ നീ പറഞ്ഞേ? എന്താടാ? ഇത് വിടറാ. ഞാനേ ഈ സ്കൂളിലെ ഹെഡ് മാസ്റ്ററിന്റെ മോനാ. അത് നിനക്കറിയാലോ. ഞാൻ പറഞ്ഞത് ശരിയാ. പിന്നെ എങ്ങനെ നീ എന്ന് ചിക്കൻ കൊണ്ടുവരുന്നത്? അത് നീ അറിയണ്ട. നീ പോടി. ഇവന്റെ അപ്പനെ വേറൊരു പേരുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയോ? വാസു. കള്ളൻ വാസു. ഇങ്ങോട്ട് പോടാ. എന്റെ മകന്റെ ദേഹത്ത് അച്ചടക്കമില്ലാത്ത കഴുത. Good afternoon, teacher. ഗുഡ് ആഫ്റ്റർനൂൺ. സിറ്റ് ഡൗൺ. എന്തുപറ്റി? എന്താ എല്ലാരും ഗ്ലൂമി ആയിരിക്കുന്നത്? ഗുഡ് ആഫ്റ്റർനൂണിന്റെ ശക്തി കുറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചതാ. എന്താ മനു? ഒന്നുമില്ല ടീച്ചറെ. എന്താ ബോബി? എനിക്കറിയില്ല. ബാലു എവിടെ? എന്താ സാഹിറ? ടീച്ചർ, എന്തു പറ്റി? എന്താ സാഹിറ? എന്തു പറ്റി?
ചെയ്തതെന്ന് ടീച്ചർക്ക് അറിയോ? അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഇവൻ കൊലപ്പുള്ളിയൊന്നുമല്ലല്ലോ. ഈ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയല്ലേ ഇവൻ? കൊച്ചു കുട്ടി. ഞാൻ ആ സമയം കണ്ടില്ലാതെ എന്റെ ബോബി അടിച്ച് കൊല്ലാനും പഠിക്കില്ലായിരുന്നു ഇവൻ. ബാലുവിനെ എനിക്ക് നന്നായിട്ട് അറിയാം. സാറിന്റെ മകൻ ബോബി അവൻ എന്താ കാണിച്ചെന്ന് സാറിന് അറിയാമോ? അറിയാം. അവൻ ചോദിച്ചാൽ എന്താ തെറ്റ്? എന്നും ചിക്കൻ തന്നെ ഇവന്റെ അച്ഛൻ കുബേരനൊന്നും അല്ലല്ലോ. ഇത്രയും ബാലിശമായിട്ട് സംസാരിക്കാൻ എങ്ങനെ തോന്നുന്നു സാർ? മകന്റെ തെറ്റ് തിരുത്തേണ്ട ഒരു അച്ഛൻ, അതിലുപരി ഒരു പ്രഥമ അധ്യാപകൻ മകനെ ന്യായീകരിക്കുന്നു. കഷ്ടം. ബോബി ഇങ്ങനെ ആകാൻ കാരണം സാറ് തന്നെയാണ്. ഇനി ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കിയ മോന് പോകാൻ മറ്റൊരു സ്കൂളില്ലെന്ന് സാർ ഓർമ്മിച്ചാ നന്ന്. പിന്നെ ഇവൻ എന്ന് ചിക്കൻ തിന്നുന്നത് എങ്ങനെയെന്ന് സാറിന് അറിയണോ? 1 മിനിറ്റ്. നോക്ക് സാറേ, ഈ പാത്രത്തിലെ പേര് കണ്ടോ? SR സാഹിറ. ഇനിയും സാറിന്റെ സംശയം തീർന്നില്ലെങ്കിൽ ഇവളോട് തന്നെ ചോദിക്കും. ഈ കുട്ടിയുടെ നന്മ പോലും സാറിന്റെ മനസ്സിൽ ഇല്ലാതെ പോയല്ലോ. ഇതെന്ത് ഇരിപ്പാടാ? ഇന്ന് ചിക്കൻ ബിരിയാണി കിട്ടിയില്ല, പെറോട്ടയും ചിക്കനുമാ. വേണ്ടപ്പ, എനിക്ക് വിശപ്പില്ല. ഇത് കൊള്ളാം, നീ എടുത്ത് കഴിക്കേ. ശരിക്കും വേണ്ടാപ്പ. എന്റെ മോൻ എന്താ പറ്റിയേ? മുഖത്താകെ ഒരു ക്ഷീണം. ഒന്നുമില്ല. ഇതെന്താടാ? ചുമ്മാതല്ല നിനക്ക് ഈ ക്ഷീണം. നിന്നെ ആരെങ്കിലും അടിച്ചോ? എന്നെ ആരടിക്കേ? സ്കൂൾ ഗ്രൗണ്ടിൽ ഓടിയപ്പോ ഒന്ന് വീണത്. ആഹാ, എന്നും ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നേക്കും. കാലും കയ്യൊക്കെ മുറിച്ചു വെച്ചോണ്ട്. അപ്പയും കുറച്ച് തൈലയിട്ട് തരാം, അപ്പോ വേദന മാറും. തെന്നി വീണതാണെന്ന് പോലും. കാലാകെ കല്ലിച്ചിരിക്കുക. ഇന്നത്തോടെ എല്ലാം നിർത്തി. ഒന്ന് പതുക്കെ. പിന്നെ നിന്റെ ലക്ഷ്മി ടീച്ചറെ ഞാൻ കണ്ടിരുന്നു. പഠിത്തത്തിൽ അത്ര പോരാന്നാ പറഞ്ഞത്. എപ്പോഴും ഓട്ടം മാത്രമേ ഉള്ളൂ. ഒന്ന് പറഞ്ഞു വിലക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പം കള്ളം പറഞ്ഞ എനിക്ക് അറിയത്തില്ലയോ? ഈ കള്ളന്റെ മോനല്ലേ ഞാൻ. നീയും അപ്പനെ കളിയാക്കാൻ തുടങ്ങിയല്ലേ? എന്റെ അപ്പനെ ഞാൻ കളിയാക്കൂ? സോറി ബാലി, ശരിക്കും അറിയാതെ പറഞ്ഞു പോയതാ. ബാലു, സോറി ബാലു, ഇന്നലെ ബോബി ഒരു തമാശ പറഞ്ഞതാ. സാരമില്ല, എനിക്ക് ആരോടും ഒരു പിണക്കവും ഇല്ല. ഇപ്പോഴാ ഒന്ന് ആശ്വാസമായത്. ഞാൻ പറഞ്ഞില്ലേ അവൻ നമ്മളോട് ക്ഷമിക്കുമെന്ന്. പിന്നെ ബോബി ഒരു ഹെഡ് മാസ്റ്ററിന്റെ മകനല്ലേ, അവനെ മൈൻഡ് ചെയ്യാത്ത നീ മാത്രോ? ഞാൻ എന്തിനാ മൈൻഡ് ചെയ്യുന്നത്? അതൊക്കെ ശരി തന്നെ, നിനക്ക് അവനോട് വിരോധമൊന്നുമില്ലല്ലോ. എന്തിന്? എനിക്ക് ആരോടും ഒരു വിരോധവും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ അവന് കുഴപ്പമൊന്നുമില്ലാന്ന്. വരൂ വരൂ വരൂ. മൈ ഡിയർ സ്റ്റുഡൻസ്, നാളെ നടക്കാൻ പോകുന്നത് സബ് ജില്ലാ മത്സരങ്ങളാണ്. ഈ സ്കൂളിന്റെ അഭിമാനം കാക്കേണ്ടത് നിങ്ങളാണ്. ഈ സ്കൂളിലെ എത്രയോ കുട്ടികളിൽ നിന്നാണ് നിങ്ങൾ സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് വേണം. എനിക്ക് ജയിക്കണമെന്നുള്ള വീറും വാശിയും വിശ്വാസവും വേണം. റെഡി, വാം അപ്പ്.
എന്താ ഇത്? എന്തുകൊണ്ടാ ഈ കാണിക്കുന്നേ? നിന്നെ മാറ്റി നിർത്തേണ്ട ആവശ്യം വരുമോ? അത് ഞാൻ ഉപ്പ്. ഇതെന്താ കുട്ടിക്കളിയാന്ന് വിചാരിച്ചോ? നാളെ ആ മത്സരം നടക്കുന്നതിനൊക്കെ അറിയാമല്ലോ. പിന്നെ അല്ലാതെ പിന്നെ ഇത്തവണയും പോയിന്റ് നിലയിൽ വലിയ വലിയ സ്കൂളുകൾ തന്നെയാണ് മുൻനിരയിൽ. നമ്മളെ പോലുള്ള ഗവൺമെന്റ് സ്കൂളുകളുടെ പൊടി പോലും ഇല്ല. അടുത്തതായി നടക്കാൻ പോകുന്നത് സബ് ജൂനിയർ വിഭാഗത്തിൽ 200 മീറ്റർ ഓട്ട മത്സരമാണ്. ഇതിന് പേര് കൊടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ ഉടൻ തന്നെ ട്രാക്കിൽ എത്തിച്ചേരേണ്ടതാണ്. ബോബി, കമാൻ ഗെറ്റ് റെഡി. ചെസ് നമ്പർ 106, ആകെ പ്രതീക്ഷ നിന്നില്ല. ഓർത്തോ, 109, ഗോ ഫാസ്റ്റ്. 111, 110, 115, 116. ബോബി പോയി. സാറേ, ഇവൻ കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യനാണ്. പേര് റജി. സെക്കൻഡ് ചെസ് നമ്പർ 110. ഹലോ സർ. ഹലോ എച്ച് എം. ബോബിയും തോറ്റു. അടുത്തതായി നടക്കാൻ പോകുന്നത് സബ് ജൂനിയർ വിഭാഗത്തിൽ 100 മീറ്റർ ഓട്ട മത്സരമാണ്. ബാലു വരൂ. ഇതിന് പേര് കൊടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ ബാലു, ഇനിയെല്ലാം നിന്റെ കയ്യിലാ, അറിയാമല്ലോ. ചെസ് നമ്പർ 109, കീപ് ഇറ്റ് അപ്പ്. ചെസ് നമ്പർ 115, ചെസ് നമ്പർ 111, ചെസ് നമ്പർ 109, ചെസ് നമ്പർ 108. ബാലുവിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബാലുവിന്റെ വിജയം നമ്മുടെ ഈ ക്ലാസിന്റെ വിജയമാണ്. ബാലുവിനെ പോലെ നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ കഴിവുകൾ കണ്ടെത്തി സ്വയം വളർത്തിയെടുക്കണം. ഇതേപോലെ സമ്മാനങ്ങൾ വാങ്ങണം. നിങ്ങൾ ഓരോരുത്തരുടെ വിജയവും നമുക്കും നമ്മുടെ സ്കൂളിനും വളരെ വിലപ്പെട്ടതാണ്. ആ ബോബി, എന്താ എന്തു പറ്റി? ഒരു മത്സരത്തിൽ തോറ്റൂന്ന് കരുതി കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തരുത്. ഓക്കേ? ഈ കപ്പ് കൊള്ളാമല്ലോടാ. ഇതിലാവുമ്പോ 2-3 ഗ്ലാസ് ചായയെ കൊള്ളു. ചായ? ഓ, അതിങ്ങ് താമച്ചി. മോനെ മോനെ ഇങ്ങോട്ട് തിരിഞ്ഞ്. ഒക്കെ ഒരുതരം ജാതികളാ. കണ്ണു വിട്ടാ പിന്നെ എണീക്കത്തില്ല. മതി.
ഓ പൊട്ടണ പൊട്ട് കണ്ടില്ലേ? ഓ ഈ പറയണ കേട്ടാ തോന്നും അവന് മാത്രമേ മക്കളുള്ളൂ. ഞാനും 5-8 പെറ്റതാടാ. 5-8 പെറ്റെന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലായി. തല്ലേ ഒന്ന് പോണുണ്ടോ? ഇനിയെല്ലാം പറഞ്ഞാലുണ്ടല്ലോ. നീ ആയി നിന്റെ മോനായി. ഞാൻ എന്റെ പൂരയ്ക്ക് പോവുക. ഓ ഇനി എന്റെ പട്ടി വരിക്കൂടെ. വാ അമ്മച്ചി ഒന്നും പറയണ്ട. ഞാൻ നാളെ വരുവടാ. ഓ ചുമ്മാ തള്ളെ ചൊടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേടാ. എന്റെ മോൻ ഇതുപോലെ ഒരുപാട് വാങ്ങണം. ഇങ്ങനെ ഇവിടെ മുഴുവൻ അടുക്കി വെക്കണം. അതിന്റെ നടുവിലായി ഞാനും എന്റെ മോനും ഇങ്ങനെ കെട്ടിപ്പിടിച്ച്. ഹെഡ് മാസ്റ്ററിന്റെ മകൻ തോറ്റു, കള്ളന്റെ മകൻ ജയിച്ചു. ഒന്ന് ഫൈനലി പോലും എത്താൻ പറ്റിയില്ല. ഇനി എങ്ങനെ ബോബിയുടെ കൂട്ടുകാരെന്ന് പറഞ്ഞ് സ്കൂളിൽ തലയോർത്ത് നടക്കും? മനു പറഞ്ഞ നേരാ. എച്ചമ്മന്റെ മകന്റെ സുഹൃത്തുക്കളാണെന്ന് പറയണ ഒരു ഗമയാണെന്നാ കരുതിയ. എന്നിട്ടിപ്പോ ആകെ നാണക്കേടായി. അല്ലെങ്കിലും എനിക്ക് ഒരുത്തന്റെ സഹായം വേണ്ട. ബോബി, നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. നിന്റെ ഒപ്പം അവസാനം വരെ ഞങ്ങൾ കാണും. പക്ഷെ ആ ബാലു ഇനി എന്ത് ചെയ്യണം നീ ബോബിക്ക് അറിയടാ. ബാലു ജയിച്ചതേ ഞാൻ പള്ളിയിൽ പോയി നേർച്ചിട്ടതുകൊണ്ടാ. നീ പറഞ്ഞ ശരിയാ. അപ്പൻ്റെയും നിന്റെയൊക്കെ പ്രാർത്ഥന കൊണ്ട് തന്നെയാണ് ഞാൻ ജയിച്ചത്. അല്ലെങ്കിൽ ആ തടിയന്മാരോട് എങ്ങനെ ഞാൻ ഓടി ജയിക്കും? എന്തായാലും ബോബി തോറ്റതേ കണക്കായിപ്പോയി. അവന്റെ പത്രാസ് കണ്ടാ തോന്നും ഇപ്പൊ അവനാണ് ഹെഡ് മാസ്റ്റർ എന്ന്. എടാ ഇങ്ങനെ എടുത്ത് വലിക്കാടാ. കൂമ്പ് പാടി പോകുന്നു. ബോബി അവൻ എന്താടാ? എടാ വാടാ. നീ വല്ലതും കണ്ടാടാ? അഥവാ കണ്ടാ തന്നെ ഇത് ആരോടെങ്കിലും പറഞ്ഞ നിനക്കെന്നെ അറിയാലോ. പോടാ. വാ ബാലു നമുക്ക് പോവാം. ബോബി, ഇത് സ്കൂള് മൊത്തം പാട്ടാവും. എനിക്ക് പേടിയാവുന്നു. വാ പോവാം. നിങ്ങളോട്ടോ ചെല്ലടാ. ടീച്ചർ എവിടെയായിരുന്നു ഇത്രയും നേരം? നിന്നോടല്ലേ ചോദിച്ചത്? വരുന്ന വഴിക്ക് സൈക്കിൾ ഒന്ന് പഞ്ചറായി. എന്താ ബോബി, നീ സിഗരറ്റ് വലിച്ചോ? ഇല്ല ടീച്ചർ. സിഗരറ്റ് വലിച്ചോ ബോബി? ഇല്ല ടീച്ചർ. പോക്കറ്റിലെന്താ? ഒന്നുമില്ല. എന്താണ്? എടുക്ക്. ഒന്നുമില്ല ടീച്ചർ. എടുക്കാൻ. സിഗരറ്റ് അല്ലേ? നടക്കടാ. ടീച്ചർ വേണ്ട ടീച്ചർ. നടക്ക്. ടീച്ചർ നടക്കടാ. ടീച്ചർ നിന്റെ ഈ സ്വഭാവം അപ്പനും അറിയട്ടെ. ടീച്ചർ വേണ്ട. നടക്ക്. ടീച്ചർ വേണ്ട പോ അങ്ങോട്ട്. ടീച്ചർ വേണ്ട. പോവാൻ. കാണു സാർ, സൽപുത്രന്റെ വളർച്ച. പല സ്കൂളുകളും മാറി സ്വന്തം അച്ഛന്റെ കൺവെട്ടത്ത് വന്നിട്ടും ഇവൻ നന്നാകുന്ന ലക്ഷണമില്ല. ശാസിച്ച് നേരെയാക്ക്. കത്തിക്കടാ, 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 കത്തിക്കടാ. ഇവനെ തല്ലി കൊല്ലിക്കാനല്ല ഞാൻ സാറിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നത്. സാറ് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി മാത്രം. മനസ്സിലായി, എല്ലാം മനസ്സിലായി.
കുട്ടികൾക്ക് നമ്മൾ അധ്യാപകർ മാതൃകയായിരിക്കണമെന്ന കാര്യം സാറിന് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. ഇവനെ ശ്രദ്ധിച്ച് വളർത്തിയെടുക്കാൻ നോക്ക് സാറേ. വാ. എല്ലാത്തിനും കാരണക്കാരൻ അവനാ, ആ ബാലു. അതേടാ, അവനങ്ങനെ വെറുതെ വിടാൻ പാടില്ല. എന്തു ചെയ്യണമെന്ന് എനിക്കറിയാം. വേഗം വാടാ. അയ്യോ, മൊത്തം ശരിയായല്ല. അയ്യോ, പിടി. വേഗം വാ. ഈ പാഠം മുമ്പ് ടീച്ചർ എടുത്തിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നു. സമയത്തായി. നീ എന്താ പാടം മുഴുവൻ ഉഴുതു മറിച്ചിട്ട് വരിക? എന്താടാ ഒന്നും മിണ്ടാത്ത? വരുന്ന വഴിക്ക് വണ്ടി വെള്ളം തെറിപ്പിച്ചത്. സായറാകത്തേക്ക് കയറ്. ഒന്ന് പുറത്തേക്ക് മാറി നിൽക്ക്. ത്രികോണത്തെക്കുറിച്ച് എന്താ ബാലു? വരുന്ന വഴിക്ക് വണ്ടി ചെളി തെറിപ്പിച്ചത്. അതിന് നീ ഇങ്ങനെ പുറത്ത് നിൽക്കണം. വാ. എക്സ്ക്യൂസ് മീ സർ. എന്താണ് ടീച്ചറെ? സർ, ഈ കുട്ടി എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇവനെ പുറത്ത് നിർത്തിയിരിക്കുന്നത്? അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഈ കോലത്തിലുള്ള ഒരുത്തനെ ക്ലാസ്സിലെ മറ്റു കുട്ടികളെ കൂടെ ഇരുത്താൻ പറ്റുമോ? സാറിന്റെ മകനാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നതെങ്കിലും സാർ ഇത് തന്നെ പറയൂ. വാ ബാലു, ഇങ്ങ് വാ. പാഠഭാഗമാണ് അമ്മ എന്ന കവിത. ഇത് അക്ഷരമുത്തുക്കൾ എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഒരമ്മയും മകനും തമ്മിലുള്ള സ്നേഹാംശത്തെ കവി സോമൻ ഇതിലൂടെ അനാവരണം ചെയ്തിരിക്കുന്നു. അക്ഷരമുത്തുക്കൾ, വെള്ളാരം കവിതകൾ, സരോജാ സ്മൃതികൾ തുടങ്ങിയവയാണ് കവി സോമന്റെ കൃതികൾ. ഞാനൊന്ന് ചൊല്ലാം, ശ്രദ്ധിക്കൂ. മരുഭൂമിയിൽ പച്ചപ്പ് വളരാൻ പുതുമഴയായി നീ പെയ്തിറങ്ങി, കനവിൻ കനലുകൾ ചാരമായി പോയ ജന്മത്തിൻ സുഹൃതമായി 10 മിനിറ്റിനകം ഷർട്ട് ഉണങ്ങും. എനിക്ക് ക്ലാസ്സിൽ പോവാൻ സമയമായി. ബാലു വിഷമിക്കണ്ട, ഇവിടെ നിൽക്ക്. ഷർട്ട് ഉണങ്ങിയ ശേഷം ഇട്ടുകൊണ്ട് വന്നാൽ മതി. ഞാൻ വരട്ടെ. ഒഴുകും മലരെ നിറഞ്ഞു തുളുമ്പുന്നതേതു മന്ത്രം, നിന്നിൽ നിറഞ്ഞു തുളുമ്പുന്നതേതു മന്ത്രം.
അപ്പാ എന്താടാ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താടാ? ഇങ്ങ് വാ. നീ ഇങ്ങി വന്നേ. ഞാനൊരു ജോലി ചെയ്യുന്നത് കണ്ടൂടെ? ഈ അപ്പനും ഉണ്ട്, അപ്പൻ്റെ ഒരു സൈക്കിളും ഉണ്ട്. അപ്പാ, എൻ്റെ അമ്മയ്ക്കാണ് നല്ല സുന്ദരിയായിരുന്നു. നീ എന്താടാ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അല്ല, വെറുതെ ചോദിച്ചതാ. അപ്പാ, എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒത്തിരി സ്നേഹം കിട്ടിയേനല്ലേ? നീ എന്താടാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരമ്മയുടെ കുറവ് ഞാൻ നിന്നെ അറിയിച്ചിട്ടുണ്ടോ? എന്നാലും ടീച്ചറിന് എന്നെ വലിയ ഇഷ്ടമാണ്. ടീച്ചറിനെ കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ്, ഒരു അമ്മയെ കാണുന്ന പോലെ. ടീച്ചറമ്മ. മോനെ, അവരൊക്കെ വലിയ ആൾക്കാരാ, നമ്മൾ പാവങ്ങൾ. വേണ്ടാത്തതൊന്നും ചിന്തിക്കണ്ട. എൻ്റെ മോൻ മിടുക്കനായതുകൊണ്ടാ ടീച്ചറമ്മയ്ക്ക് സ്നേഹം. കേട്ടോ? മോൻ പഠിച്ച് നല്ല മിടുക്കനായാൽ മതി. അപ്പോൾ ടീച്ചറിനും വലിയ സന്തോഷമാവും. ടീച്ചറമ്മ. എന്താടാ? ഒന്നുമില്ല. ടീച്ചറമ്മ. 2 ദിവസമെങ്കിലും അവധി കിട്ടിയാൽ മതിയായിരുന്നു. എന്താ? ഈ ആശാരിയെ വിളിക്കാൻ പോയവൻ എവിടെ പോയി കിടക്കുന്നു? അതേനെ കണ്ടില്ലല്ലോ. താക്കോല് കളഞ്ഞു പോയതാ. ആശാരിയെ വിളിക്കാൻ ആള് പോയിട്ടുണ്ട്. വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തുറക്കുമായിരിക്കും സാറേ. മോനെ ബാലു, നീ എന്താടാ ഉച്ചത്തേക്കുള്ള ആഹാരം എടുക്കാതെ പോയത്? നല്ല ആള് തന്നെ. ഇതെന്ത് പറ്റി ഇവിടെ എല്ലാരും കൂടിയിരിക്കുന്നേ? സ്കൂളിന്റെ താക്കോല് കളഞ്ഞു. ഓഫീസ് റൂമിന്റെ അകത്താ താക്കോല്. അതുകൊണ്ട് ഓഫീസ് റൂമിന്റെ പൂട്ട് പൊളിക്കണമെന്ന്. ആഹാ. ഈ കതവ് തുറക്കണ കാര്യമല്ലേ സാറേ? അതിന് പൂട്ട് പൊളിക്കേണ്ട കാര്യമൊന്നുമില്ല. ആശാരിയെ വിളിക്കാൻ ആള് പോയിട്ടുണ്ടെന്ന് സാറ് സമ്മതിച്ചാ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. എന്നാ പിന്നെ വാസു നോക്കിക്കോ. ശ്രമിച്ചോളൂ മോളെ. ഇപ്പൊ തരാമേ. ഇതെന്തൊന്ന് സ്ലേഡുമായിട്ട്? ഇവന്റെ അച്ഛൻ കാരണം ഒരു അവധി പോയി. മഹാസംഭവം തന്നെ. ഇത്രയേ ഉള്ളു കാര്യം. മോനെ ഞാൻ പോട്ടോ? കള്ളന് പൂട്ട് പൊളിക്കാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്റെ അച്ഛൻ കള്ളനല്ലേ? അപ്പൊ ഇതല്ല, ഇതിന്റെ അപ്പുറത്തെ പൂട്ടും പൊളിക്കും. ഇനി ഏത് പൂട്ടാന്ന് പൊളിക്കാൻ പോണ മനുവേ? അച്ഛൻ ഒന്ന് പോയി തരാമോ?